ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിന് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയുടെ ആ ഒരു മറുപടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഒന്ന് പേടിച്ച് വിറച്ച ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് പറയണത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ആ വക്കീലാണ് ഇതിനെല്ലാത്തിനും കാരണം, വക്കീലിനൊന്ന് പോയി കാണണം, അവളൊന്ന് വരട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ ആകാശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവസാനം ആകാശ് നേരെ ആ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഇങ്ങനെ കൈ ഇങ്ങോട്ട് വെച്ച് വല്ലാത്തൊരു രീതിയിൽ തന്നെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ ഈ വക്കീലിനെ നോക്കുക. അപ്പോൾ വക്കീൽ ചോദിക്കണ എന്താ, ആകാശിനെ കണ്ടിട്ട് വലിയ പേടിയൊന്നുമില്ല നമ്മുടെ വക്കീലിന്. അപ്പോഴേക്കും ഒരു അക്ഷരം പോലും മിണ്ടാതെ ഈ ആകാശാണെങ്കിൽ ആ ചെയറിൽ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ വന്നത്, എന്ത് ആവശ്യത്തിനാണ് വന്നത്, എനിക്കിവിടെ വലിയ തിരക്കുള്ളതാ, നിങ്ങൾ എന്തിനാ വേണ്ടി വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ, നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സുമിതയുടെ അമ്മാവനെ വെച്ച് എൻ്റെ നേരെ കളിക്കുന്നത്, രചനയെ വിളിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അനാവശ്യമായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വക്കീലൊന്ന് ചിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. ഏതായാലും സുമിതയുടെ തിരോധാനത്തിന് പിന്നിൽ അത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങളിപ്പോൾ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നതും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതും ഒക്കെ എന്നൊക്കെ എന്നെ പറയുകയാണ്. വക്കീലെ, എനിക്കും സുമിതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളെ കാണാതായതിൽ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് ആവശ്യവും ഇല്ല. എനിക്ക് അവളെക്കുറിച്ച് ഒരു വിവരവും അറിയില്ല. അതെനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ കാണാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കേസ് അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ കാണാൻ വരികയാണ് ചെയ്തത്, അതും ദേഷ്യത്തോടു കൂടി തന്നെ. നിങ്ങൾ സുമിതയുടെ അമ്മാവനെ കുറിച്ച് ചോദിക്കുന്നു, നിങ്ങൾ രചനയെക്കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ രചനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചത് എൻ്റെ അത്യാവശ്യത്തിന് തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സുമിതയെ കാണാതായതിൻ്റെ പിന്നിൽ അത് നിങ്ങൾ തന്നെയാണ്. അത് ഞാൻ തെളിയിക്കും. നിങ്ങൾ എങ്ങനെ തെളിയിക്കാനായിട്ട് പോകുന്നു? അതിന് സുമിതയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനല്ലെന്ന് വ്യക്തമായ കാരണമാണ്. അവള് രചനയുടെ കൂട്ടുകാരിയാണ്. അതിനുശേഷം അവൾ ഗൾഫിലേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി. അതിനിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. അത് അവളാണെങ്കിൽ അവളുടെ അമ്മാവനെ വിളിച്ച് പറയുന്നുമില്ല, അതും എൻ്റെ കുറ്റമല്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീൽ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. എൻ്റെ പൊന്ന് ആകാശേ, നിങ്ങൾ ഏതരക്കാരനാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ ആരാണെന്നാണ് ഇതിൻ്റെ വിചാരം? നീ മഹേഷിനെ വെച്ച് കളിയിറക്കുകയാണല്ലേ? നീ മഹേഷിൻ്റെ കൂടെയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ, ഒരു ഭാര്യയെ വിട്ട മറ്റൊന്നിനെ വിട്ട മറ്റൊന്ന്, അതായിരിക്കും നിങ്ങളുടെയൊക്കെ ഏർപ്പാട്. ഇത് കേട്ട വക്കീലിന് അരിശം വന്ന് അവിടെ നിന്ന് ചാടി എണ്ണീറ്റ് ആകാശിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. ഒരക്ഷരം പോലും നീ ഇനി മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയും. നീ ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്താനായോ? ഞാൻ ഈ കേസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഇതിന് പിന്നിൽ നീയാണെന്നതിന് ഇനി ഒരു സംശയമില്ല. ഈ സുമിതയെ കാണാതായതിൻ്റെ പിന്നിൽ അത് നീ തന്നെയാണ് ആകാശേ, അതിന് ഇനി ഒരു സംശയമില്ലെന്നൊക്കെ ആകാശിനോട് പറയുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ, എടി നിന്നെയും ഞാൻ എടുത്തോളാം, നീ എൻ്റെ നേരാണ് വാൾ ഉയർത്തിയെങ്കിൽ ആ വാൾ അടിച്ച് താഴെ ഇടാനും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ കാത്തിരുന്ന് കണ്ടോ, കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലും ആകാശും കൂടി വലിയൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ആകാശം അവിടെ നിന്ന് ഇറങ്ങി പോവുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീലാണെങ്കിൽ നേരെ അമ്മാവനെ കാണാനായിട്ട് ചെല്ലുന്നത്, അതായത് സുമിതയുടെ അമ്മാവനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശ് തന്നെ വന്ന് കണ്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അവനങ്ങനെ വക്കീലെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് സുമിതയെ അവൻ എന്തോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളിപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്ക് അറിയാം അവൻ ജീവനോടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾ എന്നെ വിളിച്ചാനായിരുന്നു. അവൾക്ക് അങ്ങനെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും കഴിയില്ല. അവൾ ഉറപ്പായിട്ട് എന്നെ വിളിച്ചാനായിരുന്നു. ഇപ്പോൾ ഇതിവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകാശ് ഇപ്പോൾ പേടിച്ച് പറിച്ചൊരവസ്ഥയിൽ. അതുകൊണ്ടല്ലേ അവൻ എന്നെ വീട്ടിൽ വന്ന് അവൻ എന്നെ തല്ലിയത്, അവൻ എനിക്ക് പൈസ തന്ന് അവൻ എന്നെ മറയ്ക്കാനായിട്ട് നോക്കിയത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായില്ലേ. അപ്പോൾ സുമിതയുടെ തിരോധാനത്തിന് പിന്നിൽ അവൻ തന്നെയാണ് വക്കീലെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവാ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷേ രചനയെ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും രചന എന്നോട് പറഞ്ഞത് സുമിതയെക്കുറിച്ചുള്ള ചില തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ തെളിവ് എന്താണെന്ന് അവൾ എന്നോട് കാണിച്ചിട്ടില്ല, അവൾ എന്നോട് പറഞ്ഞിട്ടുമില്ല. അത് അവൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ നമ്മളിനിയിപ്പോൾ സുമിതയുടെ പിന്നാലെ നടക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ഒരു രീതി. ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ സുമിത വല്ല ഗൾഫിലോട്ടൊക്കെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ,
ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വക്കീൽ, അതെല്ലാം വക്കീലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൾ പറഞ്ഞ കാര്യങ്ങളാണ്. വക്കീൽ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അന്വേഷിക്കാം, അമ്മാവനും കൂടെ നിന്നാൽ മതി വക്കീലേ. എൻ്റെ അടുത്ത് പൈസയോ ഒന്നുമില്ല, ഞാനാകെ ദരിദ്രവാസിയാണ്, എനിക്ക് പണമൊന്നും മുടക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അമ്മാവനൊരു പണവും മുടക്കണ്ട, അമ്മാവൻ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒരു തരി ഫീസ് പോലും മേടിക്കാതെ ഈ കേസ് ഞാൻ അന്വേഷിച്ചു തരാം. പിന്നെ സുമിത ഗൾഫിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള തെളിവുകളൊക്കെ നമുക്ക് നിസ്സാരമായി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ആ ഗൾഫിലേക്ക് ചെന്ന് അവൾ എവിടെയാണ് താമസിക്കുന്നത് വരെയെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് നിസ്സാര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ ഈ വക്കീല് പറയണം. വക്കീലെ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്നറിയണം. തീർച്ചയായിട്ടും അമ്മാവ, കാരണം സുമിത ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സുമിത ഒരു പെണ്ണാണ്, ഞാനും പെണ്ണാണ്. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിഞ്ഞേ മതിയാവുള്ളൂ. അമ്മാവൻ ദേ ഇതിലൊക്കെ ഒന്ന് സൈൻ ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മാവനെ കൊണ്ട് സൈൻ മേടിക്കുകയാണ്. അങ്ങനെ വക്കീല് കടുത്ത തീരുമാനത്തിൽ തന്നെയാണ്. കാരണം ഈ ആകാശിനെ പൂട്ടണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ ആകാശ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും മഹേഷും ഒക്കെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇഷിതയ്ക്ക് വേണ്ടിയുള്ള അമ്പലത്തിൽ പോലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്നൊക്കെ രാമനും മാഷൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും അല്ല അമ്മ എവിടെ പോയെന്ന് വെച്ചപ്പോഴേക്കും അമ്മ മോൾക്ക് വേണ്ടി തൊട്ടിൽ കെട്ടാൻ വേണ്ടി പോയിരിക്കും അമ്പലത്തിലേക്ക്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിയാണ്. പാവം അമ്മ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ തന്നെ അമ്മ ഈ ഒരു തൊട്ടിൽ കെട്ടാനായിട്ട് തുടങ്ങിയതാണ്. ഇത് കേട്ട രാമനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എഗ്രിമെൻറ്റ് വെച്ച് കളിച്ച കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ. നിങ്ങൾക്കിട്ടാണ് ശരിക്കും ശരിയാക്കേണ്ടത്. ഇതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാവുള്ളൂ. പ്രായശ്ചിത്തോ? എന്ത് പ്രായശ്ചിത്തം? അതായത് മഹേഷേ, ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോയി നീ വഴിപാടുകളെല്ലാം കഴിക്കണം, നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമെന്നും എല്ലാ കാര്യങ്ങളും അവിടെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛാ, അത് പിന്നെ ഇഷിതയെ തനിച്ചാക്കിയിട്ട്, ഇഷിതയ്ക്ക് ആകാനെ ഡേറ്റ് എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇഷിതയെ തനിച്ചാക്കിയിട്ട് പോകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇഷിതയാണെങ്കിൽ കുഴപ്പമില്ല മഹേഷേ, ഇവിടെ പിള്ളേരൊക്കെ ഇല്ലേ, എനിക്കിപ്പോൾ ഒന്നും സംഭവിക്കില്ല, മഹേഷ് ധൈര്യമായിട്ട് പോയിട്ട് വാ. അപ്പോൾ എത്ര ദൂരം ഉണ്ട് അച്ഛാന്ന് ചോദിച്ചപ്പോഴേക്കും 30 കിലോമീറ്റർ ഉള്ളു. അത് ശരി, 30 കിലോമീറ്റർ ഉള്ളോ? അച്ഛൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു 100-150 കിലോമീറ്റർ ഉണ്ടായിരിക്കുമെന്ന്. അതാണ് ഞാൻ പേടിച്ചത്. ഇത് 30 കിലോമീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാവുന്നതല്ലേ ഉള്ളൂ. അതല്ലേടാ പറഞ്ഞത്. എങ്കിൽ പിന്നെ കൂടുതൽ വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് അവിടെ പോയി വഴിപാടുകളെല്ലാം കഴിച്ച് കുട്ടിയെ നന്നായിട്ട് തന്നെ കുട്ടിയുടെ പ്രസവം സുഖപ്രസവമാണെന്നും കുട്ടി നല്ല രീതിയിൽ തന്നെ വളരണമെന്നും ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്നൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മാഷിനെ പോലൊരു ആളിനെ കിട്ടിയത് വളരെയേറെ സന്തോഷം എന്ന രീതിയിൽ തന്നെ ബന്ധുവിനെ കിട്ടിയത് ഒരു അടിപൊളി സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ രാമൻ പോകുന്നത്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, അല്ല മഹേഷേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ കിട്ടിയതാണോ മഹേഷിൻ്റെ സൗഹൃദം, അല്ലെങ്കിൽ മഹേഷിന് കിട്ടിയതാണോ എൻ്റെ സൗഹൃദം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഇഷിത, തീർച്ചയായിട്ടും തന്നെ കിട്ടിയതല്ലേ എൻ്റെ ഏറ്റവും വലിയ സൗഹൃദം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമയാണ്. അപ്പോൾ മഞ്ജിമയാണെങ്കിൽ ഈ നമ്മുടെ ഈ മഞ്ജിമയുടെ ഭർത്താവിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴേക്കും ദൈവമേ കണ്ടോ, ഇതേ കൈലാസേട്ടനെ എന്നെ ഒഴിവാക്കിയത് തന്നെയാണ്, നമ്പറെല്ലാം മാറ്റിയിട്ടുണ്ട്, വേറെ ഏതെങ്കിലും പെണ്ണത് സുഖമായിട്ട് ജീവിക്കായിരിക്കും, ഞാൻ ഇയാൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയും പോരാടിയത്, ഇഷിതയെ ചീത്തപ്പേര് കേൾപ്പിച്ചത് ഇയാൾ തന്നെയാണ്, അല്ലാതെ ഇഷിതയല്ല കുറ്റക്കാരി എന്നൊക്കെ മഞ്ജിമയ്ക്ക് മനസ്സിലാവണം. പക്ഷെ എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ മതിയാവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ മഞ്ജിമ നേരെ കാമുകനെ വിളിക്കുകയാണ്, അജിത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ മഞ്ജിമ വിളിച്ചത്? അത് പിന്നെ അജിത്തെ, എനിക്ക് അജിത്തിനെ അത്യാവശ്യമായിട്ട് കാണണം. ആണോ? അത്യാവശ്യമാണ്, അത്ര അത്യാവശ്യമാണ്? തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അജിത്തിനെ എവിടെ വെച്ച് കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ നമ്മളെ എപ്പോഴും കാണാൻ ഹോട്ടലില്ലേ, അവിടെ വെച്ച് കാണാം. ശരി, എങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്നേക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാം. ഈ സമയം തന്നെ നമ്മുടെ ആദിയും അതേപോലെ തന്നെ ചിപ്പിയും കൂടി ഇന്ന് ഗെയിം കളിക്കുക, ചെസ് ബോർഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഞ്ജിമ ഇറങ്ങി വരുന്നത്. അപ്പം ഇത് എങ്ങോട്ട് പോകുന്നു? അപ്പയ്ക്ക് എന്താ ഏതെങ്കിലും ഒരു കോള് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താടാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒന്നുമില്ല, അപ്പ ഈ ധൃതി പിടിച്ച് പോകുന്നത് കണ്ടപ്പം ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അപ്പം എങ്ങോട്ടാ പോകുന്നത്? എടാ ഞാൻ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താണ് പ്രശ്നം? നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതിയടാ, എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ലടാ. അയ്യോ അപ്പേ,
ഞാൻ ആരുടെയും കാര്യത്തിൽ കയറി ഇടപെടുന്നില്ലേ, പക്ഷേ ചില കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഇത് കേട്ട ചിപ്പിയാണെങ്കിൽ അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ചിപ്പി, അത് നീ മനസ്സിലാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട മഞ്ജുമയ്ക്ക് കാലി വരികയാണ്. എടാ ചെറുക്ക, ദേ നീ ശരിക്കേ കൊച്ചുകുട്ടികളുടെ വർത്തമാനമല്ല പറയുന്നത്. നിന്നെ കൊച്ചുകുട്ടികളുടെ ഇത് കൂട്ടാനേ പറ്റില്ല. നീ ഒരു ഡേഞ്ചറാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാലം വരുവോടാ. എല്ലാവരും നിന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുവോടാ. അതിനു വേണ്ടിയാടാ ഞാൻ ഈ കാത്തിരിക്കുന്നത്. ശരി അപ്പേ, ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് കണ്ടറിയാലോ. കണ്ടറിയാടാ. ശരി, അപ്പ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമയെ പറഞ്ഞു വിടുകയാണ്. മഞ്ജി പറഞ്ഞിട്ട് ഇപ്പം അല്ല ആദിയേട്ടാ, എന്താ ആദിയേട്ടാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതൊന്നും ഇപ്പം അറിയണ്ട, നീ കളിക്കാൻ നോക്ക് ചിപ്പി എന്ന് പറഞ്ഞു കളിക്കാം. ഈ സമയം തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഉറക്കമൊന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു വയറുവേദന വരികയാണ്. വരുന്നത് ദൈവമേ ഭയങ്കര വേദനയാണല്ലോ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഇഷിത അവിടെ കട്ടിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് എണീക്കുക. ദൈവമേ ഇവിടെ ആണെങ്കിൽ ആരുമില്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ. വേദന കൊണ്ട് പൊളഞ്ഞു നമ്മുടെ ആദി മോനെ ആദി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇഷിത അവിടെ അങ്ങോട്ട് ഇരുന്ന് പോവാണ്. ആദി മോനെ ഓടി വാടാ. അങ്ങനെ ആദി ഓടി വരിക, ചിപ്പി ഓടി വരണം. അയ്യോ അമ്മ എന്ത് പറ്റി അമ്മേ എന്ന് പറയണം. മോനെ നമുക്ക് ഭയങ്കരമായിട്ട് വയറുവേദനിക്കുന്നുണ്ടാ. അമ്മ താഴ്ത്തു വീണായിരുന്നോ? ഇല്ല, ഞാൻ വീണൊന്നുമില്ല. പക്ഷേ എന്നെ ഒന്ന് കട്ടിലിരുത്ത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ അടുത്ത് പോകണം പെട്ടെന്ന് തന്നെ. മോൻ ഡാഡിയെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദി പേടിച്ച് വിറച്ച് ഡാഡിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഡാഡിയുടെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ഇഷിതാമ്മേ, ഡാഡിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇഷിതയാണെങ്കിൽ പേടിച്ച് വിറച്ച് വേദന കൊണ്ട് പൊളയുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. Thank you, see you again. Bye-bye.